പ്രത്യേക കാര്യം പറയാനാണ് ഈ വീഡിയോ. ഈ ഡിസംബർ 13, 14 തീയതികളിൽ ഞാനൊരു ക്ലാസ് നടത്തുന്നുണ്ട് കോഴിക്കോട് കാശ്യപ വേദ മഹാമന്ദിരത്തിൽ. ബലി വൈശ്വദേവ യജ്ഞത്തിൻ്റെ ക്ലാസ്സാണിത്. സന്ധ്യാവന്ദനവും അഗ്നിഹോത്രവും പഠിച്ച ആളുകൾക്ക് മാത്രമേ ഇതിൽ പ്രവേശനമുള്ളൂ. ഇതിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അനേകം കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്ന അനേകം ദേവതാ സങ്കല്പങ്ങളുണ്ട്. ആ ദേവതാ സങ്കല്പങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തെ അനാവരണം ചെയ്യുകയും അതോടൊപ്പം ആ സ്വരൂപങ്ങളെ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചുമാണ് ബലിവൈശ്വദേവ യജ്ഞത്തിൽ പഠിപ്പിക്കുന്നത്. അവിടെ ജലത്തിലെ ദേവതകളുണ്ട്, അതേപോലെ മരുത്തുക്കളുണ്ട്, അവിടെ ശ്രീ എന്ന് പറയുന്ന ദേവതയുണ്ട്, അവിടെ ഭദ്രകാളി എന്ന ദേവതയുണ്ട്. ഇങ്ങനെ നിരവധി ദേവതകൾ തൊട്ട് അവസാനം നമ്മുടെ പിതൃക്കൾക്ക് വരെയുള്ള പിതൃഭ്യസ്വധായിഭ്യസ്വധാ നമഃ എന്നത് അവസാനിക്കുന്ന പിതൃക്കൾക്ക് വരെയുള്ള ബലി എന്നത് ഒരു സമ്പൂർണമായ രീതിയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബലിവൈശ്വദേവ യജ്ഞം എന്ന് പറയുന്ന പദ്ധതി പഠിപ്പിക്കുന്നത്. ഇത് ദിവസവും ചെയ്യേണ്ടതാണ്, ദിവസവും ചെയ്യേണ്ട ഒരു യജ്ഞമാണ്. ഇത് പക്ഷത്തിൽ ചെയ്യേണ്ടതല്ല, പൗർണമിക്കോ അല്ലെങ്കിൽ അമാവാസിക്കോ ചെയ്യേണ്ടതല്ല, വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ടതുമല്ല, എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എല്ലാം യജ്ഞം ചെയ്ത ശേഷം മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നുണ്ട്. സന്ധ്യാവദനം, അഗ്നിഹോത്രം, ബലിവൈശ്വദേവ യജ്ഞം എന്നിവ ചെയ്ത ശേഷം, അതിഥി യജ്ഞമുണ്ടെങ്കിൽ അത് ചെയ്ത ശേഷം മാത്രമേ ഒരു ഗൃഹസ്ഥൻ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് പ്രാചീനകാല ഭാരതീയരുടെ നിയമം. അതീവ രഹസ്യമായ ഒരുപാട് പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ബലി വൈശ്വദേവ യജ്ഞം. വൈദിക ദേവതകളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും സുവ്യക്തമാക്കുന്ന ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഡേറ്റുകൾ മറക്കണ്ട. ഈ വരുന്ന ഡിസംബറിലാണ്, ഈ ഡിസംബർ, ഈ മാസത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിസംബർ മാസത്തിൽ 13, 14 തീയതികളിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് അതിനകത്തേക്ക് പേര് രജിസ്റ്റർ ചെയ്യണം. വളരെ കുറഞ്ഞ ആളുകളെ താമസിച്ച് പഠിപ്പിക്കുന്നതായതുകൊണ്ട് സൗകര്യമുള്ളൂ. പരമാവധി 50 പേരെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. പരമാവധി ആളുകൾ പരമാവധി വേഗത്തിൽ പേര് രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. നമസ്തേ.